ഒരു ക്ലാസ്സുള്ള ദിവസം കണ്ടാലോ? ബാ. എന്നത്തെ പോലെ തന്നെ നമ്മൾ ബസ്സിന്റെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലാണ് ഇത്. അവസാനം നമുക്ക് ബസ് കിട്ടി. ബസ്സിലിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണുന്നത്. ഇത്രയും ശുഷ്കാന്തിയുള്ളൊരു തൊഴിലുറപ്പ് ചേച്ചി ഞാൻ വരെ കണ്ടിട്ടില്ല. അവർ ഈ ഒരു പ്രായത്തിലും ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല റെസ്പെക്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പേ സത്യം പറഞ്ഞാൽ 11:30 ബ്രേക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ക്ഷീണം തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴെയുള്ള ഒരു കടയിൽ വന്നിട്ട് കോഫിയാണ് കുടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് സാനിയ കടയിലെ ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ലൈഫിൽ ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലാസ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുക. ഇതിപ്പോ സിനിമ കാണുന്ന പോലെ ഇപ്പൊ പോപ്കോണും കഴിച്ചോണ്ട് അങ്ങനെ ഉച്ചയാകാൻ കാത്തിരിക്കുമായിരുന്നു കഴിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ദേ നട്ടുച്ചയ്ക്ക് എന്നെ മോഷണം കണ്ടു. നമുക്ക് എല്ലാ ദിവസവും തലേ ദിവസത്തെ ക്ലാസ്സിന്റെ എക്സാം ഉണ്ട്. അങ്ങനെ മാർക്കൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നേരെ ഞങ്ങൾക്കൊന്ന് മുല്ലയ്ക്കൽ പോകണമായിരുന്നു. അങ്ങനെ മുല്ലയ്ക്കൽ പോകാനായിട്ട് നമ്മൾ കുറച്ച് റാങ്ക് ഫയലും ബുക്കും ഒക്കെ നോക്കി വെക്കാനാണ് മുല്ലയ്ക്ക് പോയത്. ഈ ഒരു പാലം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഫോട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ നിന്നത്. അപ്പതാ ഒരു 4 സംഘം നമ്മളെ വളർന്നു. എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ പേ ഉണ്ടെന്ന് കേട്ടതിന് ശേഷം ഭയങ്കര പേടിയാണ്. നമ്മൾ നേരെ പോയത് പ്രഭാത് ബുക്സിലേക്കാണ്. ഞങ്ങൾക്ക് ഇവിടെയാണ് റാങ്ക് ഫയൽ നോക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ഫോർ മലയാളം ബുക്സ് എന്ന്. ഇവിടെ ഇല്ലാത്ത മലയാളം ബുക്സ് ചുരുക്കം. അങ്ങനെ നമ്മൾ കിട്ടിയ ബസ്സിന് വീട് പിടിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാവും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.